بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനമുള്ള സാദാത്തുക്കൾ, മഹത്തുക്കളായ ഉലമാക്കൾ, മുതഅല്ലിമുകൾ, നാട്ടു നേതാക്കൾ, കാരണവന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ പ്രസംഗത്തിന് പോവാറില്ല. രോഗമായതിന് ശേഷം അൽഹംദുലില്ലാഹ് ഇപ്പോഴും രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ ഞാൻ ദർസ് നടത്തുന്നുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ദുആഇൻ്റെ ഫലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അല്ലാതെ ഇപ്പോൾ യാത്ര ചെയ്യാനോ പരിപാടികൾക്ക് പോകാനോ ശാരീരികമായി സുഖം കുറവായതുകൊണ്ട് പോകാറില്ല. ഇത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരിപാടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴിക്ക് മാത്രമാണ് ഇവിടെ കേരളത്തിലും കേരളത്തിൻ്റെ തൊട്ട് നിൽക്കുന്ന കർണാടക സ്റ്റേറ്റിൻ്റെ പ്രദേശങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു വരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം കൊണ്ടാണ്. ജാതിയും മതവും ഒന്നും നോക്കാതെ എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ ഇപ്പം മതം വേണ്ടെന്നാണ് പറയുന്നത് എന്നൊന്നും പറഞ്ഞ് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഇവിടെ. എന്തെങ്കിലും വളച്ചൊടിക്കാൻ പറ്റിയ വാക്കുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ജാതിയും മതവും നമുക്ക് വേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം, ഹക്കായ മതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ്. പക്ഷേ
മറ്റൊരു മതക്കാരെ ചീത്ത പറയാത്തവരും അവരെ പരസ്യമായി ആക്ഷേപിക്കാത്തവരും ആണ്. നാം ആരെയും ചീത്ത പറയുന്നവർ അല്ല, തെറി പറയുന്നവർ അല്ല. നമ്മുടെ വിശ്വാസം അള്ളാഹു കൽപ്പിച്ച വിശ്വാസമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ, മതം, അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ഓതുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള മനുഷ്യരെയും മനുഷ്യരായി നാം കാണുകയും നാം അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും പരസ്പരം മനുഷ്യരായി ഇവിടെ ജീവിക്കുകയും ചെയ്യണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരിക്കൽ രാവിലെ സുബഹിക്ക് 5 മണിക്ക് കാന്തപുരത്ത് നിന്ന് മർക്കത്തിലേക്ക് പോവുകയായിരുന്നു. താമരശ്ശേരി ഭാഗത്തെത്തിയപ്പോൾ ഒരു ബസ് ലോറിയും കൂട്ടിമുട്ടി. ബസ്സിലുള്ള കുറേ ആളുകൾ നിലവിളിച്ച് അട്ടഹാസിച്ച് കരയുന്നു. 4 ഭാഗത്തും വാഹനം കിട്ടാനുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഓടുകളവർ. അപ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. ഉടനെ ഞാൻ ആ കരയുന്ന ഒരു 10 ആളുകളെ എൻ്റെ വണ്ടിയിൽ വലിച്ചിട്ട് താമരശ്ശേരി ആശുപത്രിയിലാക്കി അവിടെ ഇറക്കി കൊടുത്ത് ഞാൻ പെട്ടെന്ന് പോയി. അപ്പം ആ കൂട്ടത്തിൽ നെറ്റിയിൽ പൊട്ട് തൊട്ട ആളുകൾ അയ്യോ അയ്യോ എന്ന് വിളിച്ച് കരയുന്നവരുണ്ട്. അതേ സമയത്ത് തന്നെ നെറ്റിയിൽ നിസ്കാരത്തിലുള്ളവരും അള്ളാഹു എന്ന് പറയുന്നവരും ഉണ്ട്. അതുപോലെ അമ്പലത്തിൽ പോകുന്ന പൂനൂലുകൾ ധരിച്ചവരും ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ശബ്ദമുള്ളവരും മതമുള്ളവരും അടയാളമുള്ളവരും എല്ലാം അതിലുണ്ട്. ഞാൻ അതൊന്നും നോക്കാതെ എല്ലാവരെയും എൻ്റെ വണ്ടി കൊണ്ടുപോയി ആശുപത്രിയിലാക്കി പോകും. ഇതാണ് ജാതിയും മതവും നോക്കാതെ മനുഷ്യർ മനുഷ്യരെ കാണണം എന്ന് നാം പഠിപ്പിക്കുന്നു. വർഗീയത നമ്മെ തൊട്ട് തീണ്ടാൻ പാടില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിൻ്റെ ആശയം മറ്റൊരു വർഗത്തിൽ കുത്തിവെക്കുക, അവരെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുക, അതാണ് വർഗീയത. അതൊരിക്കലും പാടില്ല. മനുഷ്യരായി നാം ജീവിക്കണം. വിശ്വാസപരമായും കർമ്മപരമായും മനുഷ്യനായി ജീവിക്കണമെന്നും മനുഷ്യന്മാർക്ക് പരസ്പരം മാനസിക മൂല്യങ്ങളിൽ അടിത്തറമാക്കിക്കൊണ്ട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. അത് നാം ഒരിക്കലും കൈവിടുകയില്ല. ഇവിടെ ആര് ഭരിച്ചാലും ആര് തന്നെ ഏത് പാർട്ടി വന്ന്
ഭരണം നടത്തിയാലും നമ്മുടെ ഈ ആശയത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇവിടുത്തെ ഭരണാധികാരികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് തെക്കും വടക്കുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. കേരളം ഭരിക്കുന്നവർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം. ഇന്ത്യ ഭരിക്കുന്നവർ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ മതക്കാരെയും ഇന്ത്യക്കാരായി കാണണം. അവർക്ക് പൂർണ്ണമായ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നില്ല, രാഷ്ട്രീയത്തിന് വേണ്ടി പ്രസംഗിക്കുന്നില്ല, അതിനുവേണ്ടി യാതൊരു പരിശ്രമവും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇപ്പം എത്ര ജനങ്ങളുണ്ട്, ഇവിടെ പോലീസുണ്ടോ? നമ്മളെ ഒരു വലിയ സമ്മേളനം 5 ലക്ഷം ആൾ സംബന്ധിക്കുന്ന ഒരു സമ്മേളനത്തിൽ ചിലപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടാൽ ഒരു 10 പോലീസ് വരും. ഞാൻ ആഭ്യന്തര മന്ത്രിമാരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ ആഭ്യന്തര വകുപ്പിൻ്റെ പവറാണ് ഈ പോലീസിനെ കാണുമ്പോൾക്ക് ആൾ പേടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പോകണ്ട. ആഭ്യന്തരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പവറല്ല, പക്ഷേ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പിന്നിൽ ആളുകൾക്ക് പേടിയാണ്. ആ നിയമം സത്യസന്ധമായി നടന്നാൽ ഇവിടെ ആഭ്യന്തര വകുപ്പിന് ഭരണം നടത്താൻ കഴിയും. ഈ നിയമം ശരിക്കും നടത്തുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പുണ്ടായിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു വലിയ സമ്മേളനത്തിൽ 4 ആൾ അടികൂടിയപ്പോൾ ആ 4 ആളെയും പിടിച്ച് ജീപ്പിൽ പോലീസ് കൊണ്ടുവന്നു. എന്നാൽ ഈ പോലീസിനെ ജീപ്പിലിട്ടിട്ട് ഒരു 10 ആൾ കൂടി കൊണ്ടുപോയാലോ? ഒരു കുഴപ്പമാണല്ലോ. എന്താ കൊണ്ടുപോകാത്തത്? അതിൻ്റെ അപ്പുറത്ത് ഒരു നിയമമുണ്ട്. ആക്രമിച്ചാൽ അവരെ ശിക്ഷിക്കാനുള്ള നിയമം. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സമാധാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ലക്ഷക്കണക്കിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പോലീസോ പട്ടാളമോ അത്രയധികമൊന്നും ആവശ്യമില്ലാത്തത് ഇവിടെ വരുന്ന 99% ആളുകളും അല്ലെങ്കിൽ 100% തന്നെയും നിയമം കയ്യിലെടുക്കാതെ നിയമത്തിനനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ സമാധാനമുണ്ടാകുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നാം എപ്പോഴും സമാധാനികളാവണം. സമാധാനികളായി നല്ല മനുഷ്യരായി ജീവിച്ച് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന വിഭാഗമായി നാം വളരണം. എന്നാൽ തീർച്ചയായും അല്ലാഹു തആല നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. നിങ്ങളെല്ലാവരും ഓർക്കണം, ഈ ലോകത്ത് നിന്ന് പോകാതെ ആർക്കും സാധ്യമല്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖുദ്ദസല്ലാഹു സിർറഹു മഹാനവർകൾ
നമ്മോട് വിട്ടുകഴിഞ്ഞ് പോയി. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയി. കൻസുൽ ഉലമ മുസ്ലിയാർ നമ്മുടെ സംഘടനയിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹവും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ നമ്മുടെ പഴയ ആലിമീങ്ങൾ എല്ലാം മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ നമ്മുടെ അബ്ബാസ് മുസ്ലിയാർ തുടങ്ങി കർണാടക സ്റ്റേറ്റിൻ്റെ ഇങ്ങേ ഭാഗത്തൊക്കെ ഉള്ളവർ നമ്മളോടുകൂടെ പ്രവർത്തിച്ചിരുന്നു. ആ മഹത്തുക്കൾ എല്ലാവരും മരണപ്പെട്ടു പോയി. ഇനി ആരും നമ്മുടെ കൂടെ ഇല്ല, എല്ലാം കുറഞ്ഞു പോയി. ബഹുമാനപ്പെട്ട തങ്ങളുടെ സഹോദരൻ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളവറുകളുണ്ടായിരുന്നു, അവരും മരണപ്പെട്ടു പോയി. താഹിറുൽ അഹ്ദൽ തങ്ങൾ നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. അതുപോലെ ബഹുമാനപ്പെട്ട ഖുർറത്ത് സാദാത്ത് കോയമ്പത്തൂർ തങ്ങൾ എത്രയോ പെട്ടെന്ന് നമ്മളെയും വിട്ടുപിരിഞ്ഞു പോയി. അങ്ങനെ എല്ലാ സയ്യിദന്മാരും ആലിമീങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നിങ്ങളെല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും നാം പ്രവർത്തിക്കുകയും ചെയ്യണം. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കണം. ഒരു ചെറിയ ചരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നമ്മുടെ ഈമാനെ അവർ തകർത്തിക്കളയും, അവരൊറ്റിക്കൊണ്ടുപോകും. അത് നാം വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഖബറിൽ ആരാണ് ഉണ്ടാവുക? എത്രയെത്ര ഖാദിമീങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ശിഷ്യന്മാരുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും, പടച്ചറപ്പേ എനിക്ക് വെള്ളം വേണമെന്ന് ഉദ്ദേശിക്കുമ്പോഴേക്ക് അത് കൊണ്ടുതരാൻ ആളുണ്ട്, എനിക്ക് കുപ്പായിട്ട് തരാൻ ആളുണ്ട്, അലക്കി തരാൻ ആളുണ്ട്, അത് ഇത്തിരി വെച്ച് തരാൻ ആളുണ്ട്, എനിക്ക് കുപ്പായത്തിന് കുറുക്കിട്ട് തരാൻ ആളുണ്ട്. ഇങ്ങനെ എല്ലാ സംഗതിക്കും ആളുകൾ ഉണ്ട്. എന്നാൽ ഖബറിൽ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റക്കല്ലാതെ അവിടെ ആരും ഉണ്ടാവുകയില്ലല്ലോ പടച്ചറപ്പേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം സമാധാനിക്കുന്നത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു. മുസ്തഖീമായ വഴി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴി, അമ്പിയാക്കളും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും നടന്ന ആ വഴി, സുബ്ഹാനല്ലാഹ്, ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് തത്നസ്സലു അലൈഹിമുൽ മലായികത്തു, അവരടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് ഹയാത്ത് കാലത്തും മരണത്തിൻ്റെ ശേഷവും നിങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കും എന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന ബഹ്റുൽ ഉലൂം എപ്പോഴും പറയുമായിരുന്നു, മലക്കുകളും
എന്ന് നിങ്ങളൊന്ന് കൂട്ടിക്കൊടുക്കണം. കാരണം മലക്കുകളും കൂടാതെ മറ്റ് പല സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് മലക്കുകൾ സന്തോഷിപ്പിക്കുന്ന കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ.